മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും അടുത്ത ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നുള്ളത്. ഏതായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ. ഏതാണ്? sp നമ്മൾ ചെയ്തു, sp2 നമ്മൾ ചെയ്തു, sp3യിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റൽസും ചേർന്ന് 4 ഹൈബ്രിഡ് ഓർബിറ്റലുകളെ ഫോം ചെയ്യുന്ന ഹൈബ്രിഡൈസേഷനെയാണ് നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റൽസുമാണ് കമ്പൈൻ ചെയ്യുക. ഒരു എസും 3 പിയും കമ്പൈൻ ചെയ്താൽ ടോട്ടൽ എത്ര ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തു? 4 ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തു. 4 ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യണം? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഫോം ചെയ്യണം. അപ്പൊ ഇവിടെ ഈ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ s ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4ൽ 1 മാത്രമാണ് എസ്, ബാക്കി 3ഉം പി ആണ്. അപ്പോൾ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലിന്റെയും s ക്യാരക്ടർ എന്ന് പറയുന്നത് 25%ഉം പി ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75% ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യാ. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ മെത്തൈൻ മോളിക്യൂൾ. CH4 എന്ന് പറയുന്ന മെത്തൈൻ ഉണ്ടല്ലോ, മെത്തൈൻ. നേരത്തെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത് തന്നെ മെത്തൈനിലുള്ള ഒരു പ്രശ്നം മനസ്സിലാക്കിയപ്പോഴാണ്. ശരി, അപ്പോൾ ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സെൻട്രൽ ആറ്റം ആരാണെന്ന് നോക്കുക, കാർബൺ ആണ്. ആ സെൻട്രൽ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതുക 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 1s2, 2s2, 2p2. എന്നിട്ട് ഈ ഓർബിറ്റൽസിന് പകരം ബോക്സുകൾ വരച്ചു കൊടുത്തിട്ട് കൃത്യമായി ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ 1s ഒരു ബോക്സ്, 2s ഒരു ബോക്സ്, 2p 2 ബോക്സ്. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p 2 ഇലക്ട്രോൺ. ഇത് കാർബൺ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇനി CH4 എന്ന് പറയുന്ന മോളിക്യൂളിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. എല്ലാ കേസുകളിലും എക്സൈറ്റേഷൻ ആവശ്യം വന്നോളണമെന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ എക്സൈറ്റേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ സെൻട്രൽ ആറ്റം എത്ര ബോണ്ടുകൾ ഫോം ചെയ്യണം നോക്കാം. 4 ഹൈഡ്രജൻ അല്ലേ? ഓരോ ഹൈഡ്രജനുമായിട്ടും ഓരോ ബോണ്ട് അല്ലേ ഫോം ചെയ്യേണ്ടി വരിക. അപ്പോൾ കാർബൺ എത്ര ബോണ്ട് ഫോം ചെയ്യേണ്ടി വരും? 4 ബോണ്ട് ഫോം ചെയ്യേണ്ടി വരും. 4 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണമെങ്കിൽ എത്ര ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം? 4 ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. ആ 4 ഓർബിറ്റൽസും എങ്ങനെയായിരിക്കണം? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയിരിക്കണം. അപ്പോൾ കാർബണിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടോ? ഇല്ല, 2 ഉള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താ? അത് 4 ആക്കണമെങ്കിൽ ഈ 2s കിടക്കുന്ന ഇത് 1s ആണ്, ഇത് 2s ആണ്, ഇത് 2p ആണ്. ഈ 2s കിടക്കുന്ന ഒരു ഇലക്ട്രോണിനെ ഈ വാക്കന്റ് 2p ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കാർബണിൽ അവൈലബിൾ ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് നടക്കുകയുള്ളൂ. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. ഓക്കെ, 1s, 2s, 2p. റെഡി അല്ലേ? ശരി, ഇലക്ട്രോണുകൾ 1s 2, നോ ചേഞ്ച്. 2s 2ൽ നിന്ന് 1 ആയിട്ട് മാറും. 2p ഇവിടെ 1, ഇവിടെ 1, അതിലിപ്പോൾ മറ്റൊരു ഇലക്ട്രോൺ കൂടി ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ ആവശ്യമായ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും റെഡിയായി. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രശ്നം നമ്മുടെ സോൾവ് ആയി. ശരി, ഇനി ഈ 4 ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടത്, ഇന്റർമിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബോക്സ് വരച്ച് ആ ബോക്സിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യാം. അതിനർത്ഥം ഈ ബോക്സിനുള്ളിൽ കിടക്കുന്ന ഓർബിറ്റൽസ് ആണ് ഇന്റർമിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടത്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ ഈ ഡിഫറെന്റ് ഷേപ്പുള്ള 2s നും 2p ക്കും ഡിഫറെന്റ് ഷേപ്പ് ആണല്ലോ, ഡിഫറെന്റ് എനർജി ആണല്ലോ. അപ്പോൾ ഡിഫറെന്റ് ഷേപ്പുള്ള ഡിഫറെന്റ് എനർജിയുള്ള ഈ ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ ഒരു സെറ്റ് ഓഫ് 4 ഓർബിറ്റൽസ് പുതിയതായി ഫോം ചെയ്യും. ആ 4 ഓർബിറ്റൽസിനും ഒരേ എനർജിയും ഒരേ ഷേപ്പും ആയിരിക്കും. അപ്പോൾ ആ 4 ഓർബിറ്റൽസിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ആ 4 പേരും എങ്ങനെയായിരിക്കും? ഹാഫ് ഫിൽഡ് ആയിരിക്കും. കണ്ടോ? ഹാഫ് ഫിൽഡ്, ഹാഫ് ഫിൽഡ്, ഹാഫ് ഫിൽഡ്, ഹാഫ് ഫിൽഡ്. ക്ലിയർ ആണല്ലോ? ഇത് ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റൽസും പങ്കെടുക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഇപ്പൊ നമ്മൾ ഈ വരച്ചത്. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ക്ലിയർ ആണ്? അപ്പൊ കാർബണിന് ചുറ്റുമുള്ള ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഇനി സെൻട്രൽ കാർബണിന് ചുറ്റും ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഇപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ വന്നു അല്ലേ? ശരിയാണ്. എങ്ങനെ അറേഞ്ച് ചെയ്യുക? അവർക്കിടയിലുള്ള റിപ്പൽഷൻ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ, മാക്സിമം ആംഗിൾ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഒറ്റ വഴിയുള്ളൂ, ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് നടത്താം. അപ്പോൾ കാർബണിന്റെ ആദ്യത്തെ
ഹൈബ്രിഡ് ഓർബിറ്റൽ, രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് കാർബൺ. 2 ഹൈബ്രിഡ് ഓർബിറ്റൽസിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാർബൺ അതിന്റെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിനെ ഹൈബ്രിഡൈസേഷൻ നടത്തി 4 ഓർബിറ്റൽസും ഒരേപോലെയുള്ള 4 ഓർബിറ്റൽസ് ആയി. ഇവരെന്തിന് റെഡിയാണ്? ഓവർലാപ്പിങ്ങിന് റെഡിയാണ്. ഇനി ആരുമായിട്ടാണ് ഇവർ ഓവർലാപ്പ് ചെയ്യേണ്ടത്? ഹൈഡ്രജനുമായിട്ടാണ്. ഹൈഡ്രജന്റെ ഏത് ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്? ഹൈഡ്രജനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അറ്റോമിക് നമ്പർ 1 ആണ്. 1s1 എന്ന് പറയുന്ന ഒറ്റ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഏതാ? 1s ആണ്. അപ്പോൾ ഓരോ ഹൈഡ്രജന്റെയും 1s ഓർബിറ്റൽ ഇതിലെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ, ഓക്കെ, രണ്ടാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ, മൂന്നാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ, നാലാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ. അവർ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് കാർബണുമായി ഓവർലാപ്പ് ചെയ്തു. ഇതൊരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റലാണ്. ഇത് രണ്ടാമത്തെ ഹൈഡ്രജന്റെയാണ്. ഇത് മൂന്നാമത്തെ ഹൈഡ്രജന്റെയാണ്. ഇത് നാലാമത്തെ ഹൈഡ്രജന്റെയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സെൻട്രൽ ആറ്റം കാർബൺ, അതിനു ചുറ്റും 4 കോവാലൻ ബോണ്ടുകൾ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റിൽ 4 ഹൈഡ്രജനുമായി ഫോം ചെയ്ത് 109.5 ഡിഗ്രി ആംഗിൾ നമുക്ക് കിട്ടുക. ആൻഡ് ദിസ് ഷേപ്പ് ഇസ് കോൾഡ് ആസ് ടെട്രാഹീഡ്രൽ. ഇങ്ങനെയാണ് നമുക്ക് CH4ന് ടെട്രാഹീഡ്രൽ ജോമെട്രി കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഇസ് 109.5 ഡിഗ്രി. ഇവിടെ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് ഓവർലാപ്പിംഗും കഴിഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ ഉടനെ ഇവർ അൺപെയർഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയിരുന്നു. ഇപ്പോൾ ഓവർലാപ്പിംഗ് കഴിഞ്ഞില്ലേ? ഓവർലാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എന്തായിട്ടുണ്ടാവും? കാരണം നേരത്തെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലും ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ഓവർലാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഈ 1sന്റെ ഇലക്ട്രോൺ കൂടി വന്നതോടുകൂടി അവരെല്ലാം ഫുള്ളി പെയർഡ് ആയി, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോൺ ആദ്യത്തെ ഹൈഡ്രജന്റെയാണ്. ഇവിടെ വന്ന രണ്ടാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഹൈഡ്രജന്റെയാണ്. ഇവിടുത്തെ രണ്ടാമത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഹൈഡ്രജന്റെയാണ്. ഇവിടുത്തെ രണ്ടാമത്തെ ഇലക്ട്രോൺ നാലാമത്തെ ഹൈഡ്രജന്റെയാണ് എന്ന് എഴുതിയാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. ഇത്രയും നിങ്ങൾ ചെയ്യാനുള്ളൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഓർക്കുക, ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്താൽ സിഗ്മ ബോണ്ട് മാത്രമേ ഫോം ചെയ്യുള്ളൂ. കാരണം 2 തരം കോവാലൻ ബോണ്ടുകളുണ്ട്, സിഗ്മയും പൈയും. അതിൽ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ബോണ്ട് മാത്രമേ ഫോം ചെയ്യുള്ളൂ, പൈ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. പൈ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ബെറിലിയം ക്ലോറൈഡ്, sp ഹൈബ്രിഡൈസേഷൻ നമ്മൾ ബെറിലിയം ക്ലോറൈഡ് പറഞ്ഞില്ലേ, അവിടെ ഫോം ചെയ്ത 2 ബോണ്ടുകളും എന്ത് തരം ബോണ്ടുകളാണ്? സിഗ്മയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ BF3, അവിടെ നമ്മൾ പറഞ്ഞ 3 ബോണ്ടുകളും സിഗ്മയാണ്. ഇവിടെ നമ്മൾ പറയുന്ന 4 ബോണ്ടുകളും ഈ ഫോം ചെയ്ത ഈ ഒരു ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്യുന്ന ഒരു സിഗ്മ ബോണ്ടാണ്. ഈ ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്യുന്ന സിഗ്മ ബോണ്ടാണ്. ഈ ഓവർലാപ്പിംഗ് വഴി കിട്ടുന്നത് സിഗ്മയാണ്. ഈ ഓവർലാപ്പിംഗും സിഗ്മയാണ്. കാരണം ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്താൽ ഫോം ചെയ്യുന്ന കോവാലൻ ബോണ്ടുകളെല്ലാം തന്നെ സ്ട്രോങ് സിഗ്മ ബോണ്ടുകളായിരിക്കും, ഒരിക്കലും പൈ ബോണ്ട് ഫോം ചെയ്യില്ല. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത മോളിക്യൂൾ നമുക്ക് sp3 ഹൈബ്രിഡൈസേഷനിൽ കുറച്ചധികം മോളിക്യൂളുകൾ പറയാനുണ്ട്, കുറച്ചധികം എക്സാമ്പിൾസ് പറയാനുണ്ട്. അതിൽ മെത്തൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് അമോണിയ മോളിക്യൂൾ. അതിനും sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്, അമോണിയ. അപ്പോൾ sp3യിൽ തന്നെ, നമ്മളിപ്പോഴും sp3യിലാണ്, sp3യിൽ തന്നെ അടുത്ത മോളിക്യൂൾ sp3 ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന മോളിക്യൂൾ അമോണിയ മോളിക്യൂളാണ്. എങ്ങനെയാണ് അമോണിയയിൽ sp3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. നോക്കിക്കോട്ടെ, നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. അറ്റോമിക് നമ്പർ 7 വരുന്ന നൈട്രജൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ബോക്സുകൾ വരയ്ക്കുന്ന സമയത്ത് 1sന് ഒരു ബോക്സ്, 2sന് ഒരു ബോക്സ്, 2pക്ക് 3 ബോക്സുകൾ. ഓക്കെ, ദിസ് ഇസ് 1s 2s 2p. 2 ഇലക്ട്രോൺസ് ആണ് 1sലുള്ളത്, 2 ഇലക്ട്രോൺസ് ഇൻ 2s, 3 ഇലക്ട്രോൺസ് ഇൻ 2p. ശരിയല്ലേ? ഓക്കെ, ഇത് നൈട്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നൈട്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇത് മതിയോ അതോ എക്സൈറ്റഡ് സ്റ്റേറ്റ് വേണോ എന്ന് തീരുമാനിക്കുന്നത് നൈട്രജൻ ഫോം ചെയ്യുന്ന ബോണ്ടുകളുടെ എണ്ണമാണ്. ശ്രദ്ധിച്ചോടാ, നൈട്രജൻ 3 ഹൈഡ്രജനുമായി 3 കോവാലൻ ബോണ്ടുകൾ ഫോം ചെയ്യണം നമുക്കറിയാം.
അല്ലേ? ആ, അങ്ങനെ 3 കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യണമെങ്കിൽ അതിന് എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം? 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. ആ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനർത്ഥം നിങ്ങൾ ഇനി എക്സൈറ്റേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ നടത്താം. എന്തിനാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾ കിട്ടാതെ ആവുമ്പോഴാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ ഓർബിറ്റലുകളെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യിക്കേണ്ടത്? ഈ 3 പി ഓർബിറ്റൽസിനെ മാത്രം 3 ബോണ്ട് ഫോം ചെയ്താൽ മതിയല്ലോ. അപ്പൊ 3 പി ഓർബിറ്റൽസിനെ മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതിയോ? പോരാ. 3 പി ഓർബിറ്റൽസിനാണെങ്കിൽ പിന്നെ ഹൈബ്രിഡൈസേഷൻ ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തേണ്ടത് ഈ ഒരു 2s ഓർബിറ്റലിനെയും ഈ 3 2p ഓർബിറ്റലുകളെയുമാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തേണ്ടത്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡോട്ടഡ് ബോക്സിൽ ഇടുക. ഈ 4 ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഒരു സെറ്റ് ഓഫ് 4 ഓർബിറ്റൽസ് ആയിട്ട് അവർ മാറും. ഒരേ ഷേപ്പും ഒരേ എനർജിയുമുള്ള ഒരു സെറ്റ് ഓഫ് 4 ഓർബിറ്റൽസ് ആവും. ഓക്കെ, 4 ഓർബിറ്റൽസ്. ആ ഓർബിറ്റൽസ് ശ്രദ്ധിക്കുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കേസുകൾ പോലെയല്ല. അതിൽ ആദ്യത്തെ ഓർബിറ്റൽ എന്താണ്? പെയർഡ് ആണ്, ഫുള്ളി ഫിൽഡ് ആണ്. അടുത്ത 3 ഓർബിറ്റൽസും എന്താണ്? സിംഗിളി ഒക്യുപ്പൈഡ് ആണ്. വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതിലെല്ലാം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽസ് എല്ലാം ഹാഫ് ഫിൽഡ് മാത്രമായിരുന്നു. ഇവിടെ ഹാഫ് ഫിൽഡും പങ്കെടുക്കുന്നുണ്ട്, ഫുള്ളി ഫിൽഡും പങ്കെടുക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. അപ്പൊ ഏതാ ഹൈബ്രിഡൈസേഷൻ? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ് ഇസ് sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നൈട്രജന്റെ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിനെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പിങ്ങിന് തയ്യാറാവുക? മുമ്പ് നമ്മൾ ചെയ്ത കേസുകളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന എല്ലാ ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയിരുന്നു. അവരെല്ലാവരും ഓവർലാപ്പിങ്ങിന് തയ്യാറുമായിരുന്നു. പക്ഷെ നൈട്രജന്റെ കേസിൽ അങ്ങനെയല്ല. ഒരാൾ പെയർഡും ബാക്കി 3 പേരും ഹാഫ് ഫിൽഡും ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പിങ്ങിന് തയ്യാറാവുക? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമേ ഓവർലാപ്പിങ്ങിന് തയ്യാറാവുകയുള്ളൂ. അപ്പൊ ഈ 3 ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പിങ്ങിന് തയ്യാറാവുക. ഇയാള് ഒരു ലോൺ പെയർ ആയിട്ട് അങ്ങനെ കിടക്കും. നൈട്രജന്റെ തലയുടെ മുകളിൽ ഒരു ലോൺ പെയർ ആയിട്ട് അങ്ങനെ കിടക്കും ഈ ഒരു ഓർബിറ്റൽ. ഇത് ഹൈബ്രിഡ് ഓർബിറ്റലാണ്. പക്ഷെ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കാതെ തന്നെ അത് സ്റ്റേബിൾ ആയി. അതിന് 2 ഇലക്ട്രോൺസ് ഇപ്പൊ കയ്യിലുണ്ട്. അപ്പൊ അത് ഓവർലാപ്പിങ്ങിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ലോൺ പെയർ ആയിട്ട് കിടക്കും. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോൺസ് ഓവർലാപ്പിംഗ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോണുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഒരു ലോൺ പെയർ. അപ്പൊ ഈ 2 ഇലക്ട്രോൺസും ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല. അപ്പൊ ഈ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് കിടക്കും. ബാക്കി 3 ഓർബിറ്റൽസും എന്ത് ചെയ്യും? ഹാഫ് ഫിൽഡ് ആണ്. അവർ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കും. അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ ഓർബിറ്റൽസ് ആണ്? എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്? നൈട്രജന് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ആ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവിടെ കിടക്കും, ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവിടെ കിടക്കും, 3ാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവിടെ കിടക്കും, 4ാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവിടെ കിടക്കും. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓർക്കുക, 4ാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ സാധാരണക്കാരനായ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ അല്ല, അതൊരു ലോൺ പെയർ ആണ്. കാരണം അത് ബോണ്ടിങ്ങിലോ ഓവർലാപ്പിങ്ങിലോ പങ്കെടുക്കില്ല. ഈ 3 പേരും മാത്രമാണ് ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ലോൺ പെയറിൽ നിന്നും ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസിന് സഹിക്കേണ്ടി വരുന്ന റിപ്പൽഷൻ എന്ന് പറയുന്നത് ഇവരിൽ തന്നെ പരസ്പരം റിപ്പൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ലോൺ പെയർ കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റിൽ നിന്ന് ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ പരമാവധി അകലം പാലിക്കുകയും അതിന്റെ ഭാഗമായി ഈ അറേഞ്ച്മെന്റ് ശരിക്കും ഏത് അറേഞ്ച്മെന്റാ? ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ്. അറിയാലോ നമുക്ക്, ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ്. പക്ഷേ അതിന് ആംഗിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ ലോൺ പെയർ കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റിൽ നിന്നുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ ഈ ഹാഫ് ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ കുറച്ചുകൂടി അടുത്തേക്ക് വരികയും അവർ അടുത്തേക്ക് വരുന്ന സമയത്ത് 109.5 ഡിഗ്രി എന്ന് പറയുന്നതിൽ നിന്ന് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയിലേക്ക് കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് മെത്തൈൻ്റെ ഷേപ്പിൽ നിന്ന് അമോണിയയുടെ ഷേപ്പിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് VSEPR തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. അതേ കാര്യം അവിടെ നമ്മൾ ബോണ്ട് പെയർ ലോൺ പെയർ വെച്ച് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ച് പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഈ സ്ട്രക്ചറും ഈ ആംഗിളും എല്ലാം നമ്മൾ VSEPR തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ അവിടെ അതിന് നമ്മൾ കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ജസ്റ്റിഫിക്കേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
അതും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. അവിടെ നമ്മൾ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഹൈബ്രിഡ് ഓർബിറ്റൽ റിപ്പൽഷൻ എന്ന് പറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇയാൾ അവിടെ VSEPR തിയറി പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ VB തിയറിയിൽ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. VSEPR തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും, അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യമുള്ളൂ, അവിടെ നമ്മൾ ഇലക്ട്രോൺ പെയർ എന്നതിന് പറഞ്ഞതിന് പകരം ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇനി അപ്പോൾ നൈട്രജൻ റെഡിയാണ് ഫോർ ഓവർലാപ്പിംഗ്. അതിന് ആരുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്? ഹൈഡ്രജനുമായിട്ടാണ്. ഹൈഡ്രജന്റെ ഏത് ഓർബിറ്റിലാണ് ഓവർലാപ്പ് ചെയ്യുക? 1s ഓർബിറ്റൽ, ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റലാണ് ഓവർലാപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ ഈ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. രണ്ടാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. മൂന്നാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് മാത്രമേ നൈട്രജന്റെ ഓവർലാപ്പിങ്ങിന് റെഡി ആയിട്ടുള്ളൂ. ഇയാള് ഹൈബ്രിഡ് ഓർബിറ്റലാണ്, പക്ഷെ അതൊരു ലോൺ പെയർ ആണ്, ഓവർലാപ്പിങ്ങിന് തയ്യാറല്ല. ഇങ്ങനെയാണ് അമോണിയ മോളിക്യൂളിന്റെ ഷേപ്പ് ഉണ്ടാവുന്നത്. ഈ ഒരു ഷേപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ നൈട്രജനെ സെന്ററിലും 3 ഹൈഡ്രജനുകളെ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടും 4ാമത്തെ ലോൺ പെയറിനെ ടെട്രാഹീഡ്രലിന്റെ അടുത്ത പൊസിഷനിലും കൊടുത്തിട്ട് അമോണിയ മോളിക്യൂളിന്റെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആണെന്നും ഈ ഷേപ്പിനെ നമ്മൾ പിരമിഡൽ ഷേപ്പ് എന്ന് വിളിച്ചതും ഇങ്ങനെയാണ്. പിരമിഡൽ ഷേപ്പ് അല്ലെങ്കിൽ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഓവർലാപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഓവർലാപ്പിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിങ്ങിന് ശേഷം ഈ ഓർബിറ്റൽസിന് വന്ന മാറ്റം എന്താ? ഓവർലാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഈ 4 ഓർബിറ്റൽസിൽ ആദ്യത്തെ ഓർബിറ്റൽ ആൾറെഡി ഫുള്ളി ഫിൽഡ് ആയിരുന്നു, ഈ 3 ഓർബിറ്റലുകൾ ഹാഫ് ഫിൽഡ് ആയിരുന്നു. ഓവർലാപ്പിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അവരും ഫുള്ളി ഫിൽഡ് ആയി. പക്ഷെ ഓർക്കുക, ഇതിലെ ആദ്യത്തെ ഇലക്ട്രോൺ ആദ്യത്തെ ഹൈഡ്രജന്റെയാണ്, രണ്ടാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഹൈഡ്രജന്റെയാണ്, മൂന്നാമത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഹൈഡ്രജന്റെയാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് അമോണിയ മോളിക്യൂളിൽ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതും അതിന്റെ സ്ട്രക്ചർ ഷേപ്പ് പിരമിഡൽ ഷേപ്പ് ആകുന്നതും ഇങ്ങനെയാണ്. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, VSEPR തിയറിയിൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ VB തിയറി വളരെ സിമ്പിൾ ആണ്. VSEPR തിയറി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും VB തിയറി നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. sp3 ഹൈബ്രിഡൈസേഷന് മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ആൾറെഡി 2 എക്സാമ്പിൾസ് പറഞ്ഞു. ഒന്ന് CH4, മറ്റേത് NH3. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് H2O, നമ്മുടെ വാട്ടറിലും sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കുക. ആരാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം? ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4. ശരിയല്ലേ? ബോക്സ് വരച്ചെഴുതുമ്പോൾ 1sന് ഒരു ബോക്സ്, 2sന് ഒരു ബോക്സ്, 2pക്ക് 3 ബോക്സുകൾ. ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺസ് ഇൻ 1s, 2 ഇലക്ട്രോൺസ് ഇൻ 2p, 2s, 4 ഇലക്ട്രോൺസ് ഇൻ 2p. എങ്ങനെയാണ് 4 ഇലക്ട്രോൺസിനെ 2pയിൽ അറേഞ്ച് ചെയ്യാം? ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ. ശരി, ഇനി ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടത്താൻ പറ്റുമോ അതോ എക്സൈറ്റഡ് സ്റ്റേറ്റ് വേണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് എത്ര ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്? 2 ബോണ്ടുകൾ. ഒരു ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട്, 2 ഹൈഡ്രജനുമായി 2 ബോണ്ട്. അപ്പോൾ ആ 2 ബോണ്ടുകൾ ഫോം ചെയ്യാൻ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം? ഓക്സിജനാണ് 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ മതി. ആ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഓക്സിജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷൻ നടത്താം. പക്ഷേ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഈ 2 ഓർബിറ്റൽസിനെ മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതിയോ? പോരാ. നിങ്ങൾ ഈ ഒരു s ഓർബിറ്റൽ മുതൽ അവസാനത്തെ p ഓർബിറ്റൽ വരെയുള്ള മുഴുവൻ ഓർബിറ്റലുകളെയും ഇന്റർമിക്സ് ചെയ്യണം, ഹൈബ്രിഡൈസ് ചെയ്യണം. അങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ 4 ഓർബിറ്റൽസ് ആണല്ലോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ ആദ്യത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആണ്, രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലും ഫുള്ളി ഫിൽഡ് ആണ്, മൂന്നാമത്തെയും 4ാമത്തെയും ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ ഏതാ? ഒരു s ഓർബിറ്റലും
മൂന്ന് പി ഓർബിറ്റലുകളും പങ്കെടുക്കുന്ന sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ദീസ് ആർ ദ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ്. 4 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ആണ്. ഈ 4 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസിൽ 2 എണ്ണം ഫുള്ളി ഫിൽഡ് ആണ്, 2 എണ്ണം ഹാഫ് ഫിൽഡ് ആണ്. ഇതിൽ ആരൊക്കെയാണ് ഓവർലാപ്പിങ്ങിന് പങ്കെടുക്കുക? ഇതിലെല്ലാവരും ഓവർലാപ്പ് ചെയ്യണം നിർബന്ധമില്ല. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമേ ഓവർലാപ്പ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഈ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യണം. ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓവർലാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ജോലി എന്താ? അവർ രണ്ടുപേരും 2 ലോൺ പെയറുകളായിട്ട് ഓക്സിജന് മുകളിൽ കിടക്കും. ഇപ്പം നിങ്ങൾക്ക് H2Oന്റെ VSEPR തിയറി വെച്ചുകൊണ്ടുള്ള ഷേപ്പ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു. ഓക്സിജൻ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നമ്മൾ 4 ഹൈബ്രിഡ് ഓർബിറ്റുകളെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അതിൽ 2 പേര് ഹാഫ് ഫിൽഡ് ആണ്, അവർ മാത്രമേ ഓവർലാപ്പ് ചെയ്യുള്ളൂ. ഈ 2 പേരും ലോൺ പെയറുകളാണ്, അവരൊരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല. ഏത് അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ടെട്രാഹിഡ്രൽ അറേഞ്ച്മെന്റ്. ഓക്കെ, ടെട്രാഹിഡ്രൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഓക്സിജന്റെ ഒരു ഹാഫ് ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ, ഓക്സിജന്റെ മറ്റൊരു ഹാഫ് ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ, ഓക്സിജന്റെ ഒരു ലോൺ പെയർ ഉള്ള ഹൈബ്രിഡ് ഓർബിറ്റൽ, ഓക്സിജന്റെ ലോൺ പെയറുള്ള മറ്റൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ. ഓക്കെ, ഈ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസും ലോൺ പെയറുകളാണ്, അവർ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കില്ല. ഈ 2 പേരും ഹാഫ് ഫിൽഡ് ആണ്, ഇവർ മാത്രമേ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുകയുള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വരയ്ക്കേണ്ട ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എല്ലാം ഷേപ്പ് ഒരുപോലെ ആയിരിക്കണം. ഞാൻ വരച്ചപ്പോൾ ചിലപ്പോൾ ചിലതിന് വലിപ്പം കൂടുതലും വലിപ്പം കുറവും ഒക്കെ ആയിട്ടുണ്ടാവും. അതെൻ്റെ വരയ്ക്കാനുള്ള കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് അത്രയും കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരേ ഷേപ്പിൽ വരയ്ക്കുക കേട്ടോ. ശരി, ഇനി ഓക്സിജൻ ആറ്റം ഓവർലാപ്പിങ്ങിന് റെഡിയാണ്. ഹൈബ്രിഡൈസേഷൻ ഒക്കെ കഴിഞ്ഞ് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിൽ 2 പേരെ ഓവർലാപ്പ് ചെയ്യാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവരാരുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്? ഹൈഡ്രജനുമായിട്ടാണ്. ഹൈഡ്രജന്റെ ഏത് ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുക? ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഏതാ? 1s. അപ്പോൾ ഈ ഓക്സിജന്റെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ ആദ്യത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1sമായിട്ടും ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് 1sമായിട്ടും ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെ ഒരു സിഗ്മ ബോണ്ടും ഇവിടെ ഒരു സിഗ്മ ബോണ്ടും ഫോം ചെയ്യുന്നത്. അങ്ങനെ 2 സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾക്കിടയിലെ ആംഗിൾ ശരിക്കും വരേണ്ടത് ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആയിരുന്നെങ്കിൽ 109.5 ഡിഗ്രിയാണ്. പക്ഷേ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആണെങ്കിലും ഈ 2 ലോൺ പെയറുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഈ 2 ഹാഫ് ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റലുകളെ നന്നായിട്ട് റിപ്പൽ ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ റിപ്പൽഷൻ കുറയ്ക്കാൻ ഈ 2 ഹാഫ് ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ കുറച്ചുകൂടി അടുത്തേക്ക് വരികയും അവർ 109.5 ഡിഗ്രി എന്നുള്ളതിൽ നിന്ന് ബോണ്ട് ആംഗിൾ കുറച്ചിട്ട് 104.5 ഡിഗ്രി എന്ന് പറയുന്ന ബോണ്ട് ആംഗിളിലേക്ക് മാറുകയും ചെയ്യും. എത്രയാണ് ബോണ്ട് ആംഗിൾ? 104.5. ഓക്കെ, അപ്പോൾ H2O മോളിക്യൂളിന്റെ ഷേപ്പിൽ നമ്മൾ പറയാറുള്ളത്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രജൻ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രജൻ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. ഈ 2 ബോണ്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് ഷേപ്പ് വാസ് കോൾഡ് as, ഇതിനെ നമ്മൾ എന്താണ് VSEPR തിയറിയിൽ വിളിച്ചത്? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ്. പക്ഷേ അവിടെയും സെൻട്രൽ ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾക്ക് മാത്രമല്ല ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകൾക്കും എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം. പക്ഷേ ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ അവർ ഓവർലാപ്പിംഗിൽ പങ്കെടുക്കേണ്ടതില്ല, അവർ ലോൺ പെയറുകളായിട്ട് കിടന്നാൽ മതി. അമോണിയയിലും വാട്ടറിലും നമ്മളിത് കണ്ടതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഓവർലാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഓർബിറ്റൽസിലുണ്ടായ മാറ്റം എന്തായിരിക്കും? ഈ 4 ഓർബിറ്റൽസ് ഓവർലാപ്പിങ്ങിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഓവർലാപ്പിങ്ങിന് ശേഷം ഈ 2ഉം ആൾറെഡി ഫുള്ളി ഫിൽഡ് ആണ്. ഇതിലും ഓരോ ഇലക്ട്രോൺ കൂടി വന്നിട്ട് അതും ഫുള്ളി ഫിൽഡ് ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എഴുതണം, ഇത് ആദ്യത്തെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്, ഇത് രണ്ടാമത്തെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്. ഇത് കൃത്യമായി റെപ്രസെന്റ് ചെയ്താൽ നിങ്ങളുടെ ഹൈബ്രിഡൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. H2O മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ ഷേപ്പ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് പാർട്ട് ഇസ് കംപ്ലീറ്റഡ്. ഇപ്പോൾ ആൾറെഡി നമ്മൾ 3 വ്യത്യസ്ത തരം ഹൈബ്രിഡൈസേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. sp, sp2 ആൻഡ് sp3. അതിന് നമ്മൾ എക്സാമ്പിൾസ് വെച്ചും പറയുകയുണ്ടായി. sp3ക്ക് നമ്മൾ 3 എക്സാമ്പിൾസ് പറഞ്ഞു. 3 തരം എക്സാമ്പിൾസ് ആയിരുന്നു. എന്താണ് ആ എക്സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരി, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ 3 ഹൈബ്രിഡൈസേഷൻസ് അല്ലേ? ഈ 3 ഹൈബ്രിഡൈസേഷനും എക്സാമ്പിൾ ആയിട്ടുള്ള 3 മോളിക്യൂൾസിനെ കൂടി ഞാൻ തരാം. അതിലൊന്ന് ശ്രദ്ധിച്ചോടാ. ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് C2H6. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 മോളിക്യൂളുകളും ഓർഗാനിക് മോളിക്യൂൾസ് ആണ്.
ഓക്കെ, യാ, അതിൽ ആദ്യത്തെ ആളാണിത് C2H6. എന്താണ് ഇയാളുടെ പേരെന്നറിയാം നിങ്ങൾക്ക്? എത്തൈൻ എന്നാണ് പേര്. ഈ ഓർഗാനിക് മോളിക്യൂളിന്റെ പേരെന്താ? എത്തൈൻ. ഇതൊരു ഹൈഡ്രോ കാർബണാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഹൈഡ്രോ കാർബണാണ് എത്തൈൻ. C2H6 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇങ്ങനെയാണ് കേട്ടോ. CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിനെയാണ് നമ്മൾ ഒരുമിച്ച് C2H6 എന്നെഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, രണ്ട് സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ട്. ഓരോ കാർബൺ ആറ്റത്തിനുമുള്ള ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ച് അതിന്റെ ബോണ്ടിങ് എങ്ങനെയാണ് എന്ന് എഴുതാൻ പോവാണ് നമ്മൾ. അപ്പൊ നമ്മൾ അതിൽ ആദ്യത്തെ കാർബൺ എടുക്കാം. ഈ രണ്ട് കാർബണിന്റെയും ചുറ്റുപാടുകൾ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ രണ്ട് കാർബണിനും ഒരേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക, ഒരേ രീതിയിൽ തന്നെയാണ് ഹൈബ്രിഡൈസ് ചെയ്യുക. അപ്പൊ ഒരു കാർബൺ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റതും അതുപോലെ തന്നെയാണ്. സോ ലെറ്റ് us start with this carbon. നമ്മൾ ആ ഫസ്റ്റ് കാർബൺ എടുക്കുകയാണ്. അതിൽ കാർബൺ അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. ബോക്സുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ 1s 2s 2p അല്ലേ, ഇലക്ട്രോണുകൾ 2 2 and 2 ഇങ്ങനെയാണ് വരിക. ഇത് കാർബണിന്റെ ഏത് സ്റ്റേറ്റ് ആണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ശരിയല്ലേ? ഇനി ഈ കാർബണിനെയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കാർബൺ എത്ര ബോണ്ടുകൾ ഫോം ചെയ്യണം? 3 ഹൈഡ്രജനുമായി 3 ബോണ്ടുകൾ ഫോം ചെയ്യണം. ഈ ഒരു കാർബണുമായും ഒരു ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ ടോട്ടൽ ആ കാർബൺ എത്ര ബോണ്ട് ഫോം ചെയ്യണം മക്കളെ? 4 ബോണ്ട് ഫോം ചെയ്യണം. 4 ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം. 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യാൻ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉപയോഗിക്കണം. പക്ഷെ കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. അപ്പൊ കാർബൺ എന്ത് ചെയ്യണം? അതിനെ 4 ആക്കാൻ എക്സൈറ്റേഷൻ ഉപയോഗിക്കണം. അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ ഈ 2sൽ കിടക്കുന്ന 2 ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോണിനെ വേക്കൻ്റ് ആയി കിടക്കുന്ന 2pയിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കും. അങ്ങനെ നോക്കുമ്പോൾ കാർബണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 1s 2s and 2p. 2 electrons in 1s, 1 electron in 2s, 3 electrons in 2p. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടി. ഇനി ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളെയാണ് നമ്മൾ ഇന്റർമിക്സ് ചെയ്യേണ്ടത് അഥവാ ഹൈബ്രിഡൈസേഷൻ നടത്തേണ്ടത്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബോക്സിലിടാം. ഈ ബോക്സിൽ കിടക്കുന്ന 4 പേരും ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരേ എനർജിയുള്ള ഒരേ ഷേപ്പുള്ള 4 ഓർബിറ്റൽസ് ആയിട്ട് മാറും. അതിൽ 4 പേരും എന്തായിരിക്കും? ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ചേർന്നുള്ള ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് ദിസ് ഇസ് കോൾഡ് as sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ C2H6 മോളിക്യൂളിന് ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എഴുതിയ 4 ഹൈബ്രിഡ് ഓർബിറ്റലുകളും ഏത് ഹൈബ്രിഡൈസേഷന്റെ ഭാഗമായി ഫോം ചെയ്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേ അവസ്ഥ തന്നെയാണല്ലോ രണ്ടാമത്തെ കാർബണിനും ഉള്ളത്. രണ്ടാമത്തെ കാർബണിനും sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ 2 കാർബൺ ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തു. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ. ഇനി ആദ്യത്തെ കാർബണിന് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്യാം. എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാം? ടെട്രാഹിഡ്രലി അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാർബണിന്റെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ ആർക്ക് നേരെയായിരിക്കും? ഈ കാർബണിന് നേരെയായിരിക്കും. ഗോട്ട് ഇറ്റ്? പറഞ്ഞ മനസ്സിലായോ? ഇതേപോലെ തന്നെയല്ലേ മക്കളെ അടുത്ത കാർബണിന്റെ അവസ്ഥയും? അതിന് പ്രത്യേകം നമ്മൾ വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ്. അപ്പൊ അതിനു ചുറ്റും ഇതേപോലെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കാർബണിന്റെ ആദ്യത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ, നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ നിങ്ങൾ എങ്ങോട്ട് അറേഞ്ച് ചെയ്യുക? ഇങ്ങോട്ടാണ് അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 കാർബൺ ആറ്റങ്ങളുടെയും ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ആൾറെഡി ഓവർലാപ്ഡ് ആയി. അപ്പോൾ അതിനിടയിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഗോട്ട് ഇറ്റ്? വളരെ റെയർ ആയിട്ട് മാത്രമേ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യാറുള്ളൂ. സാധാരണ നമ്മൾ കാണാറുള്ളത് സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡ് ഓർബിറ്റലും കൂടെയുള്ള ആറ്റങ്ങളുടെ ഹൈബ്രിഡൈസ്ഡ് അല്ലാത്ത ഓർബിറ്റൽസും ഓവർലാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ആദ്യമായി നമ്മൾ കാണുന്നു 2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. സോ വിൽ ബി എ സ്ട്രോങ് ബോണ്ട്. ഇനി ഈ കാർബണിന്റെ ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ആരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്? ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഏതാ? 1s ഓർബിറ്റലാണ്. അപ്പൊ ആദ്യത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഇവിടെ ഓവർലാപ്പ് ചെയ്തു. രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു.
മൂന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാർബണിലേക്ക് വരാം. രണ്ടാമത്തെ കാർബൺ, അതിലും 3 ഹൈഡ്രജൻ ഉണ്ട്. ഇതേപോലെ തന്നെ ഓരോ ഹൈഡ്രജനും അതിന്റെ 1s ഓർബിറ്റൽ ഉപയോഗിച്ച് ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ ഓവർലാപ്പ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രോണുകളെ സംഭാവന ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂളിന്റെ ആക്ച്വൽ സ്ട്രക്ചർ ഈ ഹൈബ്രിഡൈസേഷൻ ഒക്കെ മാറ്റിയിട്ട് ഈ ബോണ്ടുകളെല്ലാം സിഗ്മയാണ് കേട്ടോ. ഇതെല്ലാം സിഗ്മ ബോണ്ടുകളാണ്. ഇത് ഞാൻ പ്രത്യേകം പറയൂല, ഓരോ മോളിക്യൂൾ പറയുമ്പോഴും ഞാൻ പ്രത്യേകം പറയില്ല. ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഓവർലാപ്പിംഗിൽ ഏർപ്പെട്ടാൽ കിട്ടുന്നതെല്ലാം സിഗ്മ ബോണ്ടുകളായിരിക്കും. ശരി, അപ്പോൾ ഈ മോളിക്യൂളിന്റെ ശരിക്കുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? നമ്മൾ ബോണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക? 2 കാർബൺ ആറ്റം, ഓരോ കാർബൺ ആറ്റവും ഹൈഡ്രജനുമായി 3 സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യും അല്ലേ? ഇതുപോലെ. എന്നിട്ട് ഈ 2 കാർബൺ ആറ്റങ്ങൾ അവരുടെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലുകളെ പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ട് മറ്റൊരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. സോ ദിസ് ഈസ് ദ മോളിക്യൂൾ CH3 അഥവാ എത്തൈൻ അഥവാ C2H6. അപ്പോൾ ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3 ആണ്. C2H6ലെ ഓരോ കാർബൺ ആറ്റവും 2 കാർബൺ ഉണ്ട്, 2 കാർബണും ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് നടത്തുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ ഈ ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവരൊക്കെ ഹാഫ് ഫിൽഡ് ആണ്, ഓവർലാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഫുള്ളി ഫിൽഡ് ആവും അല്ലെ? ഫുള്ളി ഫിൽഡ് ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്, ഇത് ഹൈഡ്രജന്റെ ആണോ? ഈ കാർബൺ ആണെന്ന് വിചാരിച്ചോ. ഹൈഡ്രജന്റെ ഇവിടെ രണ്ടാമത്തെ കാർബണിന്റെ ഇലക്ട്രോൺ ആണ്, സെക്കൻഡ് കാർബൺ. Got it? So this is the hybridization in ethane molecule. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ ആറ്റം അല്ല, 2 സെൻട്രൽ കാർബൺ ആറ്റം, രണ്ടും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്.